Hi students, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് constructors എന്തൊക്കെയാണെന്ന് നോക്കാം. So first, definition of constructor. Constructor is a special member function of a class and its duty is initializing objects of a class. ഒരു special member function of a class അതാണ് constructor. ഒരു ക്ലാസിന്റെ special member function. And കൺസ്ട്രക്ടർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒബ്ജക്ട്സിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ഒബ്ജക്റ്റ് ഇനീഷ്യലൈസേഷൻ? ദാറ്റ് മീൻസ് നമുക്ക് ഒരു ക്ലാസിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് ഡാറ്റ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ പ്രീവിയസ് എക്സാമ്പിളിൽ കണ്ടിട്ടുണ്ടായിരുന്ന സ്റ്റുഡൻറ് ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് നടന്നത്? നമ്മുടെ മെമ്മറിക്കകത്ത് സ്റ്റുഡൻറ് ക്ലാസ്സിന് എത്ര ഡാറ്റ മെമ്പേഴ്സ് ഉണ്ടായിരുന്നോ അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് മെമ്മറി അലോട്ട് ചെയ്യും. ഓക്കെ, സോ ഇതുപോലെ അലോട്ട് ചെയ്തിട്ടുള്ള മെമ്മറി സ്പേസിൽ നമ്മുടെ പ്രോഗ്രാമർ സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂസ് യൂസ് ചെയ്തിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള മെമ്മറി സ്പേസിനെ പ്രോപ്പറായിട്ട് ഇനീഷ്യലൈസ് ചെയ്യുക എന്നതാണ് കൺസ്ട്രക്ടറിന്റെ ഡ്യൂട്ടി. കൺസ്ട്രക്ടേഴ്സ് ക്യാൻ ബി useful for setting initial values for member variables. Okay, ഇതിന്റെ മീനിങ് എന്താണ്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മെമ്മറി സ്പേസ് ഫോർ ഡിഫറെന്റ് ഡാറ്റ മെമ്പേഴ്സ് അവിടെയൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ യൂസ് ചെയ്തിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. അങ്ങനെ മെമ്പർ ഡാറ്റ മെമ്പേഴ്സിനൊക്കെ വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യുന്നതിനാണ് ഒബ്ജക്റ്റ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനെ കൺസ്ട്രക്ടറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ക്ലാസിൻ്റെ അകത്ത് വരുന്ന ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻ കൺസ്ട്രക്ടർ ആവില്ല. കൺസ്ട്രക്ടർ ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ കുറച്ച് പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്തിരിക്കണം. ഏതൊക്കെയാണ്? കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഹാസ് ദ സെയിം നെയിം ആസ് ക്ലാസ്. ക്ലാസ്സിന് എന്ത് പേര് കൊടുക്കുന്നു അത് തന്നെയായിരിക്കണം നമ്മുടെ കൺസ്ട്രക്ടർ ഫംഗ്ഷന്റെ പേര്. നെക്സ്റ്റ് എന്താണ്? കൺസ്ട്രക്ടർ ഡു നോട്ട് ഹാവ് എനി റിട്ടേൺ ടൈപ്പ്. കൺസ്ട്രക്ടേഴ്സിന് റിട്ടേൺ ടൈപ്പ് ഒന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ പാടില്ല. നോട്ട് ഈവൻ വോയിഡ്. വോയിഡ് പോലും നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടതില്ല. ഓക്കെ, കൺസ്ട്രക്ടർ ഈസ് ഓട്ടോമാറ്റിക്കലി കോൾഡ് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ്. നമ്മൾ പ്രീവിയസ് എക്സാമ്പിളിൽ കണ്ടിട്ടുള്ളതാണ് ഗെറ്റ് ഡീറ്റെയിൽസ് ഫംഗ്ഷൻ, പുട്ട് ഡീറ്റെയിൽസ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനൊക്കെ നമ്മൾ എങ്ങനെയാണ് കോൾ ചെയ്തിരുന്നത്? സ്റ്റുഡൻറ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് ഡീറ്റെയിൽസ്, ഒബ്ജക്റ്റ് ഡോട്ട് പുട്ട് ഡീറ്റെയിൽസ്. അപ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. ആ ഒരു ഫോർമാറ്റിലാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. പക്ഷെ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ദെൻ ഒബ്ജക്റ്റ് ഡോട്ട് കൺസ്ട്രക്ടർ നെയിം ആ ഒരു ഫോർമാറ്റിൽ ഒന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോഴ് തന്നെ നമ്മുടെ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവും. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്? ഡാറ്റ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള മെമ്മറി സ്പേസിനെ നമ്മൾ പ്രോഗ്രാമിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള വാല്യൂ യൂസ് ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, if we do not specify any constructors in our program, C++ compiler generate a default constructor for us. നമ്മൾ പ്രോഗ്രാമിന്റെ അകത്ത് കൺസ്ട്രക്ടേഴ്സിനെ ഒന്നും കൺസ്ട്രക്ടറിന്റെ ഫോർമാറ്റിലുള്ള സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻ ഒന്നും തന്നെ സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ C++ കമ്പൈലർ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ റാൻഡം ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാണ് ആക്ച്വലി നടക്കുന്നത്. ഓക്കെ, ജനറലി 3 ടൈപ്പിലാണ് കൺസ്ട്രക്ടേഴ്സ് ഉള്ളത്: ഡിഫോൾട്ട് കൺസ്ട്രക്ടേഴ്സ്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആൻഡ് കോപ്പി കൺസ്ട്രക്ടേഴ്സ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ വീഡിയോയിൽ നമുക്ക് ഡിഫോൾട്ട് കൺസ്ട്രക്ടേഴ്സിന്റെ പ്രോപ്പർട്ടി മാത്രം ഡിസ്കസ് ചെയ്യാം. സോ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ is a constructor which does not take any argument. It has no parameters. Does not take any argument means it has no parameters. നമ്മൾ parameters, input values ഒന്നും സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇൻപുട്ട് പാരാമീറ്റേഴ്സ് ഒന്നും ആക്സസ് ചെയ്യാത്ത ക്ലാസിന്റെ സെയിം നെയിമിലുള്ള മെമ്പർ ഫംഗ്ഷനെയാണ് നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത്. If we do not define any constructor explicitly, the compiler will automatically provide a default constructor implicitly.
പ്രോഗ്രാമിനകത്ത് നമ്മൾ ഒരു ടൈപ്പിലുള്ള കൺസ്ട്രക്ടർ സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യുന്നത് ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ആയിരിക്കും. അതായത് പാരാമീറ്റർ ഒന്നും ആക്സസ് ചെയ്യാത്ത ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഗാർബേജ് വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മെമ്മറി ലൊക്കേഷൻ ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, സോ ഈ ഡെഫിനേഷൻ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആവണം എന്നില്ല. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സോ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ക്ലാസ് ഡെമോ. ഇതിൽ ഡാറ്റ മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇൻഡിജേഴ്സ് ആണ്, ഇൻഡ് എ ആൻഡ് ഇൻഡ് ബി. ഓക്കെ, 2 ഇൻഡിജേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ദെൻ ഏതൊക്കെയാണ് ഇതിൽ മെമ്പർ ഫംഗ്ഷൻ ആയിട്ടുള്ളത്? ഇത് കണ്ടോ, ഈ മെമ്പർ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി എന്താണ്? ക്ലാസിന്റെ സെയിം നെയിമിലുള്ള ഫംഗ്ഷൻ ആണ്. ഇതിന്റെ അകത്ത് പാരാമീറ്റേഴ്സ് ഒന്നും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതുപോലെ റിട്ടേൺ ടൈപ്പും സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇത് ക്ലാസിന്റെ സെയിം നെയിമിലുള്ള മെമ്പർ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ദിസ് ഇസ് എ കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പ് നമ്മൾ ഒരിക്കലും സ്പെസിഫൈ ചെയ്യാൻ പാടില്ല. ഇവിടെ കണ്ടോ, ഗെറ്റ് ഡീറ്റെയിൽസിനൊക്കെ നമ്മൾ റിട്ടേൺ ടൈപ്പ് വോയിഡ് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ കൺസ്ട്രക്ടറിനാണെങ്കിൽ ഇതുപോലെ ഒരു റിട്ടേൺ ടൈപ്പും സ്പെസിഫൈ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആണ്. ഡിഫോൾട്ട് കൺസ്ട്രക്ടറിന് ആർഗ്യുമെന്റ്സ് ഒന്നും തന്നെ ആവശ്യമില്ല. ആർഗ്യുമെന്റ്സ് ഒന്നും അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാത്ത ക്ലാസിന്റെ സെയിം നെയിമിലുള്ള കൺസ്ട്രക്ടറിനെയാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. സോ നമ്മൾ ആർഗ്യുമെന്റ്സ് ഒന്നും ഈ പാരാന്തസിസിനകത്ത് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി കൺസ്ട്രക്ടറിന്റെ ബോഡിക്കകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മെമ്മറി അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്ക് വേണ്ടി അലോട്ട് ചെയ്ത സ്പേസിൽ 0 ആണ് ഇനീഷ്യലൈസ് ചെയ്യേണ്ടത്, ബിക്ക് വേണ്ടി അലോട്ട് ചെയ്ത സ്പേസിൽ 0 ഇനീഷ്യലൈസ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡാറ്റ മെമ്പർ ഇനീഷ്യലൈസേഷൻ യൂസിങ് കൺസ്ട്രക്ടർ. അലോട്ട് ചെയ്ത സ്പേസിൽ 0 ആണ് ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ സ്പെസിഫൈ ചെയ്തതുപോലെയുള്ള അലോക്കേഷൻ ഒക്കെ നടക്കുന്നത് എപ്പോഴായിരിക്കും? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഇപ്പോഴ് ജസ്റ്റ് എന്താണ് സ്ട്രക്ചർ, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നും മാത്രം ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതിന് കറസ്പോണ്ടിങ് ആക്ഷൻ വരുന്നത് എപ്പോഴാണ്? ഡെമോ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ദെൻ ഇവിടെ കൺസ്ട്രക്ടർ അല്ലാതെ void get details ഫംഗ്ഷൻ ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് കീബോർഡ് ത്രൂ വാല്യൂസ് ഇൻപുട്ട് ചെയ്തിട്ട് എയുടെ ലൊക്കേഷനിലും ബിയുടെ ലൊക്കേഷനിലും സെറ്റ് ചെയ്യാൻ പറ്റും. ദെൻ പുട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൂടെ ഇവിടെ യൂസ് ചെയ്തിരിക്കുകയാണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എയുടെ വാല്യൂ ബിയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. എയുടെ ലൊക്കേഷനിലും ബിയുടെ ലൊക്കേഷനിലും ഉള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഇത്രയാണ് നമ്മുടെ ഡെമോ ക്ലാസിന്റെ കണ്ടന്റ്. ഡാറ്റ മെമ്പേഴ്സ് എ ആൻഡ് ബി, then constructor demo, default constructor demo. Default means it does not take any argument. ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആർഗ്യുമെന്റ്സ് ഒന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ഇവിടെ ബോഡിക്കകത്ത് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഇനീഷ്യലൈസ് എ വിത്ത് വാല്യൂ 0 ആൻഡ് ബി വിത്ത് വാല്യൂ 0. അല്ലാതെ ആർഗ്യുമെന്റ് പാസ് ചെയ്ത് കൊടുത്തിട്ട് ഗെറ്റ് ചെയ്യുന്ന ആർഗ്യുമെന്റിനെ ബേസ് ചെയ്തിട്ടല്ല ഇവിടെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് നമ്മൾ ബോഡിക്കകത്ത് 0 യൂസ് ചെയ്തിട്ട് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. 0 തന്നെ വേണമെന്നില്ല, നമുക്ക് ഏത് വാല്യൂ ആണോ വേണ്ടത് അത് യൂസ് ചെയ്തിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. ദെൻ ഇൻ അഡീഷൻ ടു ദിസ് നമുക്ക് ഗെറ്റ് ഡീറ്റെയിൽസ് ഫംഗ്ഷനും ഉണ്ട്, പുട്ട് ഡീറ്റെയിൽസ് ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ 3 ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് ക്ലിയർ ആണ് കൺസ്ട്രക്ടർ ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ്. കാരണം ക്ലാസിന്റെ സെയിം നെയിമിലുള്ള ഫംഗ്ഷൻ ഡെമോ ആണ്. ഓക്കെ, നമുക്കിനി മെയിനിന്റെ അകത്ത് കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഡെമോ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് ഡി. ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും നടക്കുക? ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ കൺട്രോൾ നമ്മുടെ കൺസ്ട്രക്ടറിലോട്ട് പാസ് ചെയ്യും. ഓട്ടോമാറ്റിക് ആയിട്ട് കൺട്രോൾ കൺസ്ട്രക്ടറിലോട്ട് പാസ് ചെയ്യും. ദെൻ എക്ക് വേണ്ടി 4 bytes അലോട്ട് ചെയ്യും. ദെൻ ബിക്ക് വേണ്ടി 4 bytes അലോട്ട് ചെയ്യും. ഇവിടെ എയുടെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി സ്പെസിഫൈ ചെയ്തിരിക്കുന്ന വാല്യൂ 0 ആണ്. ബി ഓൾസോ ഇനീഷ്യലൈസ് ചെയ്യേണ്ട വാല്യൂ 0 ആണ്. ഓക്കെ, സോ
ഈ ഒരു സിംഗിൾ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ നടക്കുകയാണ്. ഡെമോ ഡി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉള്ളത് കൊണ്ട് കൺട്രോൾ ഇവിടെ പാസ് ചെയ്യാണ്. ദെൻ അലോട്ട് ചെയ്തിട്ടുള്ള എയുടെ സ്പേസിലും ബിയുടെ സ്പേസിലും ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന വാല്യൂ യൂസ് ചെയ്തിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? കൺസ്ട്രക്ടർ അല്ലാത്ത ഒരു ഫംഗ്ഷനെ പുട്ട് ഡീറ്റെയിൽസ് ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാണ്. കൺസ്ട്രക്ടർ അല്ലാത്ത ഒരു ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്? ഒബ്ജക്ട് നെയിം ഡോട്ട് പുട്ട് ഡീറ്റെയിൽസ്. സോ ഇത് കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ ഡി ഒബ്ജക്റ്റിന് വേണ്ടി അലോട്ട് ചെയ്തിട്ടുള്ള മെമ്മറി സ്പേസ്. അവിടെ വാല്യൂ ഇപ്പോഴും 0 ആണ്. സോ കൺട്രോൾ പുട്ട് ഡീറ്റെയിൽസ് ഫംഗ്ഷന്റെ അകത്തേക്ക് പോവും. ദെൻ എന്തായിരിക്കും സ്ക്രീനകത്ത്? വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് 0, വാല്യൂ ഓഫ് ബി എന്ന് പറയുന്നത് അഗെയിൻ 0 ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഗെറ്റ് ഡീറ്റെയിൽസ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം. എങ്ങനെയാണ് കൺസ്ട്രക്ടർ അല്ലാത്ത ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്? ഒബ്ജക്ട് നെയിം ഡോട്ട് ഗെറ്റ് ഡീറ്റെയിൽസ് കോൾ ചെയ്യുമ്പോൾ കൺട്രോൾ ഇവിടെ വരും. ദെൻ എൻ്റർ വാല്യൂ ഓഫ് എ എന്ന് വരും. ഞാൻ ഇൻപുട്ട് ചെയ്യുന്നത് 10 ആണ്. സോ 10 വാല്യൂ ഈ ലൊക്കേഷനിൽ റീപ്ലേസ് ആവും. ദെൻ എൻ്റർ വാല്യൂ ഓഫ് ബി, ഞാൻ 20 എൻ്റർ ചെയ്യാണ്. സോ ഈ പ്ലേസിൽ 0 റീപ്ലേസ് ചെയ്തിട്ട് അവിടെ 20 വരും. ഓക്കെ, ഇതുപോലെ റീപ്ലേസ് ആവും. ദെൻ അഗെയിൻ പുട്ട് ഡീറ്റെയിൽസ് കോൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും? കൺട്രോൾ ഈ ഫംഗ്ഷനിലോട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൺട്രോൾ തിരിച്ച് മെയിനിൽ വരും. എവിടെയാണ് വരുന്നത്? നെക്സ്റ്റ് ലൈനിൽ. സോ നെക്സ്റ്റ് ലൈനിൽ ഡി ഡോട്ട് പുട്ട് ഡീറ്റെയിൽസ്. സോ കൺട്രോൾ അഗെയിൻ ഇവിടെ തൊട്ട് വരികയാണ്. ഇതിൻ്റെ അകത്തുള്ള കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യും. വാല്യൂ ഓഫ് എ ഇസ് നൗ 10, വാല്യൂ ഓഫ് ബി ഇസ് നൗ 20. സോ ആഫ്റ്റർ എക്സിക്യൂഷൻ കൺട്രോൾ തിരിച്ച് മെയിനിൽ വരും. ഇതിൽ നെക്സ്റ്റ് ലൈനിൽ ഇവിടെ ഒന്നും തന്നെ റിമെയിൻ ചെയ്തില്ല, എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഓക്കെ, സോ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ആക്ച്വൽ എക്സിക്യൂഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സോ ഞാൻ സെയിം പ്രോഗ്രാം ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഹെഡർ ഫയലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എ ആൻഡ് ബി രണ്ട് ഡാറ്റ മെമ്പേഴ്സ് ആണ്. നമ്മളിവിടെ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടുണ്ട് വിത്ത് ദ സെയിം നെയിം ഓഫ് ക്ലാസ് ഡെമോ. ദെൻ റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈ ചെയ്യാൻ പാടില്ല ഫോർ കൺസ്ട്രക്ടർ. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആർഗ്യുമെന്റ്സ് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ബോഡിക്കകത്ത് ഞാൻ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? എയുടെ ഇനീഷ്യലൈസ് ചെയ്യാൻ പോകുന്നത് 10 ആണ്, ബി ഇനീഷ്യലൈസ് ചെയ്യാൻ പോകുന്നത് 100 ആണ്. ദെൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അതർ ദാൻ ദിസ് കൺസ്ട്രക്ടർ രണ്ട് മെമ്പർ ഫംഗ്ഷൻ കൂടെ ഇവിടെ യൂസ് ചെയ്യാണ്, ഗെറ്റ് ഡീറ്റെയിൽസ് ആൻഡ് പുട്ട് ഡീറ്റെയിൽസ്. ഇവിടെ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് തന്നെ ഡെമോ ഡി ഡെമോ ക്ലാസ്സിന് വേണ്ടി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായിരുന്നു നടക്കുക? ഓട്ടോമാറ്റിക് ആയിട്ട് മെമ്മറിയിൽ ഡാറ്റ മെമ്പേഴ്സ് എ ആൻഡ് ബിക്ക് വേണ്ടിയിട്ട് മെമ്മറി അലോട്ട് ചെയ്യും. ദെൻ കൺസ്ട്രക്ടർ ഡെമോ എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എയുടെ സ്പേസിൽ 10ഉം ബിയുടെ സ്പേസിൽ 100ഉം സേവ് ആയിട്ടുണ്ടാവും. സോ നമ്മൾ വേറെ വാല്യൂസ് ഒന്നും ഗെറ്റ് ചെയ്യുന്നതിന് മുന്നേ പുട്ട് ഡീറ്റെയിൽസ് കോൾ ചെയ്യുകയാണെങ്കിൽ, പുട്ട് ഡീറ്റെയിൽസ് കൺസ്ട്രക്ടർ അല്ല. സോ കൺസ്ട്രക്ടർ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്ട് ഡോട്ട് ഫംഗ്ഷൻ നെയിം യൂസ് ചെയ്തിട്ട് വേണം പുട്ട് ഡീറ്റെയിൽസിന് കോൾ ചെയ്യാൻ. ഓക്കെ, സോ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഉണ്ടോ? കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂ ആണ് ഇവിടെ പുട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇനി ഞാൻ വീണ്ടും ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും കറണ്ട് വാല്യൂ ഓഫ് എ ആൻഡ് ബി ഡിസ്പ്ലേ ചെയ്യാണ്. ഓക്കെ, സോ എന്തായിരിക്കും നടക്കുക? ഇനീഷ്യലി ഉള്ളത് കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്തത് എന് 10ഉം ബിക്ക് 100ഉം ആണ്. സോ ഞാൻ കീബോർഡ് ത്രൂ എൻ്റർ ചെയ്യാണ് 12. ഇത് ഏത് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എൻ്റർ വാല്യൂ ഓഫ് എ എന്ന് വന്നിരിക്കുന്നത്? ഗെറ്റ് ഡീറ്റെയിൽസ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴും എൻ്റർ വാല്യൂ ഓഫ് എ. ഞാൻ അവിടെ 12 എൻ്റർ ചെയ്യാണ്. എൻ്റർ വാല്യൂ ഓഫ് ബി ഞാൻ അവിടെ 200 ഇൻപുട്ട് ചെയ്യാണ്. ഓക്കെ, സോ കൺട്രോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എയുടെയും ബിയുടെയും ലൊക്കേഷനിൽ 10ഉം 100ഉം റീപ്ലേസ് ആയിട്ടുണ്ടാവും ബൈ ദ വാല്യൂസ് 12 ആൻഡ്
200. Then ഞാൻ again control mail തിരിച്ചു വരുന്നു. നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യാണ് d.put details. കൺട്രോൾ ഇവിടെ വരും. സോ ഇതിലെ കോഡിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വാല്യൂ ഓഫ് എ 12 ഡിസ്പ്ലേ ചെയ്യുന്നു, വാല്യൂ ഓഫ് ബി 200 ഡിസ്പ്ലേ ചെയ്യുന്നു. ദെൻ കൺട്രോൾ തിരിച്ച് മെയിനിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ വേറെ ഇനി സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും തന്നെ എക്സിക്യൂട്ട് ചെയ്യാനില്ല. ഇവിടെ കാണുന്നത് നമുക്ക് എന്താണ്? മെയിനിന്റെ ക്ലോസിംഗ് ബ്രേസ് ആണ്. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ. പ്രോഗ്രാം ടെർമിനേറ്റ് ആയി. ഓക്കെ, സോ ഇതാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടറിന്റെ യൂസേജ്. ഓക്കെ, ഇനി ഇപ്പോഴും കൺസ്ട്രക്ടർ ഇല്ലായിരുന്നു എന്ന് കരുതുക. കൺസ്ട്രക്ടർ ഇല്ലാത്ത ഒരു നോർമൽ പ്രോഗ്രാം ആണെങ്കിൽ ഇതെങ്ങനെ എന്തായിരുന്നു അവിടെ ഉണ്ടാവുക? നമുക്ക് ജസ്റ്റ് വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നോക്കുക, ഗാർബേജ് വാല്യൂ ആണ് എയുടെ ലൊക്കേഷനിലും ബിയുടെ ലൊക്കേഷനിലും ഇനീഷ്യലൈസ് ആയിട്ടുള്ളത്. ഇത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല, നമ്മുടെ പ്രോഗ്രാമിൽ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടില്ല. സോ ഓട്ടോമാറ്റിക്കലി എക്ക് വേണ്ടിയിട്ട് ബിക്ക് വേണ്ടിയിട്ടും അലോട്ട് ചെയ്തിട്ടുള്ള സ്പേസിൽ എന്താണോ വാല്യൂ ഉള്ളത് അതാണ് ഇപ്പോഴും ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. സോ റാൻഡം ആയിട്ട് എന്തെങ്കിലും വാല്യൂ വരുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനീഷ്യലി ഏത് വാല്യൂ ആണ് സെറ്റ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, like this, a equal to 0, b equal to 0. സോ ഇതുപോലെ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൺസ്ട്രക്ടർ ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെമ്മറി അലോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി കൺട്രോൾ എങ്ങോട്ട് പാസ് ചെയ്യും? കൺസ്ട്രക്ടറിലോട്ട്. ദെൻ ഇതിനെ ബേസ് ചെയ്തിട്ട് മെമ്മറിയിൽ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യും. ഡെമോ ഇസ് എ ഫംഗ്ഷൻ ആവുമ്പോൾ എപ്പോഴും ഇതുപോലെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരാന്തസിസ് ഉണ്ടായിരിക്കും. ഉണ്ടോ? ഇപ്പോഴും ഗാർബേജ് വാല്യൂ ഒക്കെ മാറിയിട്ടുണ്ട്. എയില് 0 യൂസ് ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, ബിയുടെ സ്പേസിൽ 0 ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് സ്പെസിഫൈ ചെയ്യുന്ന വാല്യൂ, പ്രോഗ്രാമിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള വാല്യൂ യൂസ് ചെയ്തിട്ട് ഡാറ്റ മെമ്പേഴ്സിന്റെ മെമ്മറീസ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഡിഫോൾട്ട് കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും കോപ്പി കൺസ്ട്രക്ടറും ഉണ്ട്. അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.